ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ കഥയാണ് പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ തെരുവിൽ വീണ്ടും കേൾക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവൻ്റെ വകയിലൊരു അമ്മാവനും ആ അമ്മാവൻ്റെ ഒരു അനന്തരവൻ്റെ കഥയാണ് പറയുന്നത്. ഈ അമ്മാവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും വെള്ളം അടിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. അത് എന്ത് വിഷയമാണെങ്കിലും. പുള്ളി ഒരു പ്രാവശ്യം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറെ ആൾ പറഞ്ഞു, ചേട്ടാ നമ്മുടെ വടക്കയിലെ ജാനുവച്ചിയുടെ മോള് മരിച്ചു. ഗുഡ്, എന്തിനാ മോളോ മരിച്ച്? ഈ ഒരു ലൈനിൽ നിൽക്കുന്ന ആളാണ്. ഈ സംഭവം നടക്കുന്നത് ഒരു മാസം മുമ്പാണ്. അമ്മാവനും അനന്തരവനും കൂടെ വെള്ളമടിക്കാതിരിക്കുക. അപ്പോൾ സീനെന്ന് പറയുന്നത് അനന്തരവൻ്റെ ലൈന് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലിരിക്കുക. ഓൾമോസ്റ്റ് ഒരു ഫുള്ള് കുപ്പി തീരാറായി. മാമ പോയി, മാമ ഏതാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. പെൺപിള്ളേരാകുമ്പോൾ പോവും. ഇടയ്ക്ക് ആദ്യട്ടത് പോയി കഴിഞ്ഞാൽ കമ്മലിട്ട സാധനത്തിൽ കിട്ടുന്ന എനിക്ക് തന്നെ വേണം എന്ന് പറയും. ഭയങ്കര സീനാണ്. സാധനം തീരാറായി. മാമ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 2 അടിക്ക്, അപ്പം സംഭവം ശരിയാവും. ഇല്ല മാമ ഞാൻ നിർത്താം, വെള്ളമടി നിർത്താണ്. ഗുഡ്, അതാണ് വെള്ളമടി നിർത്തണം. ഞാൻ നിനക്ക് നല്ല ടിപ്സ് പറഞ്ഞുതരാന്ന് പറഞ്ഞു. മാമൻ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പോവാ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നാളത്തേക്ക് കരുതി വെക്കുന്നത് നിർത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെഗ്ഗൊക്കെ തീർന്നല്ലോ, ഒരു നിമിഷം, വീണ്ടും അമ്മ എടുത്തിട്ട് ലാസ്റ്റ് സാധനം കൂടി അടിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അളവ് കുറയ്ക്കുക. കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് മാമന് വയ്ക്കുക. ഗുഡ് മാമ. മൂന്നാമത്തെ കാര്യം പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാധനം തീർന്നിട്ട് അവർ ഫുള്ള് മേടിച്ച് തീർന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബാറിൽ പോയി ഇരുന്നടിക്കുക. സാധനം എടുത്തിരുന്നു അവിടെ നിന്ന് പറയാം മൂന്നാമത്തെ കാര്യം.